കൊല്ലത്ത് അർബുദ രോഗികൾ കൂടുതലുള്ള ചവറ താലൂക്കിൽ രോഗികൾക്ക് ആശ്രയമാകേണ്ട പാലിയേറ്റീവ് കെയർ സെന്റർ ശോച്യാവസ്ഥയിൽ. പഴകി ദ്രവിച്ച 2 മുറി കെട്ടിടത്തിലാണ് 100 കണക്കിന് രോഗികളെത്തുന്ന ഈ സെന്ററിന്റെ പ്രവർത്തനം. മരണവുമായി മല്ലടിക്കുന്ന അർബുദ രോഗികൾക്ക് ആശ്വാസം പകരേണ്ട സ്ഥാപനങ്ങളാണ് പാലിയേറ്റീവ് കെയർ സെന്ററുകൾ. പക്ഷേ ജില്ലയിൽ അർബുദ രോഗികൾ കൂടുതലുള്ള ചവറയിലെ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ സെന്റർ തന്നെ രോഗശയ്യയിലാണ്. രോഗം കൊണ്ട് കയറി കിടക്കാൻ ഇടവില്ല. കിടക്കാനും ഇരിക്കാനും യാതൊരു ഇതുമില്ല, ഒട്ടും സ്ഥലമില്ല. ഇവിടെ രോഗികൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 100 കണക്കിന് രോഗികൾ എത്തുന്ന കേന്ദ്രത്തിൽ ആകെയുള്ളത് ചെറിയ 3 മുറികൾ മാത്രമാണ്. കീമോ ചെയ്യുന്നത് കസേരയിലിരുത്തിയും തറയിൽ കിടത്തിയുമാണ്. ഡ്രിപ്പ് കൊടുക്കുന്നതാട്ടെ വാഹനത്തിലിരുത്തിയും. സെന്ററിൽ ആകെയുള്ള ഒരു ഡോക്ടർ പലപ്പോഴും എത്തുന്നത് വൈകിയാണെന്നും പരാതിയുണ്ട്. ഡോക്ടർ വരാൻ താമസിക്കുമെന്നേ ഉള്ളൂ. അല്ല മറ്റു ഇവിടെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം മാറ്റണം, അതാ വേണ്ടുന്നത്. ക്യാൻസർ രോഗികളല്ല, ഏത് രോഗികളല്ല ഇന്നല്ല നാളെ ആയാലും മരിക്കും. അപ്പോൾ ക്യാൻസർ രോഗികൾക്ക് മാത്രം ഒരു കെട്ടിടം അവിടെ ചോദിച്ചപ്പോൾ അവർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. നീണ്ടകര പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നാണ് രോഗികൾക്കായി ഈ ക്യാൻസർ കെയർ പ്രോജക്റ്റ് നടത്തുന്നത്. പക്ഷേ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. റിപ്പോർട്ടർ, കൊല്ലം.